അങ്ങോട്ട് വെട്ടാ, നീ എന്റെ മോനാണ്, നിന്നെ ഞാൻ ഡീമൺ സ്ലെയർ ആക്കിയിരിക്കും. എനിക്ക് ഡീമൺ സ്ലെയർ ആവണ്ട അച്ഛാ. ഇടത്തോട്ട് വെട്ടാ, വലത്തോട്ട് വെട്ടാ, സൺ ബ്രീത്തിങ് ടെക്നിക്ക് ചെയ്യണം. എന്നെ കൊണ്ട് ഡീമൺ സ്ലെയർ ആവാൻ പറ്റത്തില്ല അച്ഛാ. ഒരുമാതിരി കുട്ടൂസന്റെ വേഷവും. നിന്നെ ഒരു ഹാഷിറയാക്കി കിബിറ്റ്സുച്ചി മൂസാനെ കൊന്നിട്ട് ഞാൻ അടങ്ങൂ. മൂസിന് എന്റെ കൂട്ടുകാരനല്ലേ അച്ഛാ, ഞാൻ എന്തിനാ അവനെ കൊല്ലണേ? പറയുന്ന കൂടി ചെയ്യണം. അപ്പുറം കൊണ്ടുണ്ടാവനെ സൺ ബ്രീത്തിങ്, വാട്ടർ ബ്രീത്തിങ്, മിസ് ബ്രീത്തിങ്, അച്ഛന്റെ ബ്രീത്തിങ്. ചോപ്പറിന്റെ ഒരു കാര്യം. ഫാദർ സാമ, ഞാൻ പുറത്തോട്ട് വരാം. നിക്കടാ, നിന്നോട് പറഞ്ഞില്ലടാ പുറത്തുമ്പോ സ്ട്രോ ഹാറ്റ് വെച്ചോണ്ടോന്ന്. എന്നാ എനിക്ക് വേണ്ട മീൻകാരന്റെ തൊപ്പി. മീൻകാരന്റെ തൊപ്പിയാ? ലൂഫിയുടെ മാപ്പറാ. ലൂഫി മാപ്പ് പോട്ടച്ചാ. അച്ഛാ, ശശിപുരിതാനാ ഹരിഹര. എന്തുടാ അച്ഛാ, നിങ്ങളുടെ ഈ അനിമേ പ്രാന്തുകാരൻ എനിക്ക് ഇന്നും അടി കിട്ടി. എടാ, ആരെങ്കിലും അടിക്കാൻ വരുമ്പോ നറൂട്ടല്ലേ മാറ ഉച്ച കാണിക്കുന്ന പോലെ ഇങ്ങനെ 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 ചക്ര കാണിച്ച് ഫൈറ്റ് ചെയ്തോടാ എനിക്ക്. അവരെ നോക്കി ഇങ്ങനെ കാണിച്ചത് കൈയോട് തെറി വിളിക്കണ നായനെ വെച്ചായിരുന്നു പിന്നെ അടി കിട്ടിയേ. മക്കള് വിഷമിക്കണ്ട, മക്കള് പോയി ബൊറൂട്ടോടെ 2 എപ്പിസോഡ് കാണാം, അപ്പൊ ഈ വിഷമം മാറും. എനിക്ക് മതിയായി നിങ്ങളുടെ ഈ അനിമേ പ്രാന്ത്. ഒന്നെങ്കിൽ ഇത് നിർത്തണം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണം. ഓ, അങ്ങനെ പെട്ടെന്ന് നിർത്താൻ പറ്റുന്നതല്ലേ ഈ അനിമേ ഭ്രാന്ത്. കുറച്ച് കമ്മിറ്റ്മെന്റ്സ് ഒക്കെ ഉണ്ട്. അച്ഛൻ മകൾക്ക് ഒരു ബാധ്യതയാവുന്നില്ല. അച്ഛൻ വല്ല വ്രതദോഷത്തിൽ പൊക്കോളാം. അച്ഛാ, അങ്ങനെ അച്ഛാ വിഷമായി പിന്നെ വൃദ്ധധനത്തിന്റെ പട്ടി പോ. ഡീമൺ സ്ലെയർ കണ്ടിട്ട് നേരെ ജപ്പാനിലോട്ട്.